ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചന ഡോക്ടർ സന്ധ്യയെ കാണാൻ പോയിരിക്കുകയാണ്. തൻ്റെ മനസ്സിലെ വിഷമങ്ങളെല്ലാം സന്ധ്യയോട് പറയുകയാണ് അർച്ചന. സന്ധ്യ പിന്നെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. ഇത് കേൾക്കുന്ന സന്ധ്യ പറയുകയാണ്, ഒരുപക്ഷെ സന്ദീപ് തിരിച്ചു വന്നാൽ തന്നെ ഒരുവിധം പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാ എനിക്ക് തോന്നുന്നത്. ഇക്ക പോയതിനു ശേഷം ഞാൻ ഇന്നാണ് വിളക്ക് വെച്ചത്. നീ ഒരു കാര്യം ചെയ്, ഒന്ന് പോയി പ്രാർത്ഥിക്ക്. നീ പ്രാർത്ഥിക്കുമ്പോഴൊന്നും നിന്റെ ഭഗവാൻ നിന്നെ കൈവിടിഞ്ഞിട്ടില്ലല്ലോ. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചനയെ പൂജാമുറിയിലേക്ക് പറഞ്ഞു വിടുകയാണ് സന്ധ്യ. തുടർന്ന് പൂജാമുറിയിലേക്ക് ചെന്നിട്ട് അർച്ചന പ്രാർത്ഥിക്കുകയാണ്. എന്റെ കണ്ണ, സന്ദീപിനെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി ഒരു വഴി നീ കാട്ടിത്തരണം. അത്രയും പ്രാർത്ഥിച്ചുകൊണ്ട് അർച്ചന പുറത്തിറങ്ങാൻ നേരമാണ് കണ്ണന്റെ പുറകിലിരിക്കുന്ന വിജയുടെ ഡയറി ശ്രദ്ധിക്കുന്നത്. തുടർന്ന് ആ ഡയറി എടുത്ത് ആത്മവിശ്വാസത്തോടെ കയ്യിൽ പിടിക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. അവന്തികയുടെ ഫോണിലേക്ക് വീഡിയോ കോൾ ചെയ്യുകയാണ് അർച്ചന. ഏട്ടത്തി എവിടെയാണെന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഞാൻ പുറത്താണെന്ന് അവന്തിക പറയുന്നു. അയ്യോ, എനിക്ക് ഏട്ടത്തിയെ ഒന്ന് നേരിട്ട് കാണണമായിരുന്നു. എന്താ കാര്യമെന്ന് അവന്തിക ചോദിക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അത് എനിക്ക് ഏട്ടത്തിയോടല്ല പറയാനുള്ളത്, അച്ഛനോടാ പറയേണ്ടത്. പക്ഷേ ഏട്ടത്തിയും കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ ചെന്ന് പറ, എനിക്ക് തിരക്കുണ്ടെന്ന് അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്, അതേട്ടത്തി, വിജയുടെ കാര്യമായിരുന്നു പറയാനുണ്ടായിരുന്നത്. നമ്മുടെ മാനേജർ വിജയ് ഇല്ലേ, വിജയെ ആരാ കൊന്നതെന്നും എന്തിനാ കൊന്നതെന്നും ഒക്കെ എനിക്ക് പറയാനുള്ളത്. നീ എന്താ പുതിയ ഭീഷണിയുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണോ? നീ ഒരു കാര്യം ചെയ്, ചെന്നിട്ട് അയാളോട് പറ, ഇതിന്റെ എല്ലാം പിന്നിൽ ഞാനാണെന്നും അയാളെ കൊന്നതും ഞാനാണെന്ന്. നീ പറഞ്ഞാല് അയാൾ വിശ്വസിക്കാൻ പോവുകയല്ലേ. ഒന്ന് ഫോൺ വെച്ചിട്ട് പോ പെണ്ണേ എന്ന് അവന്തിക പറയുമ്പോ അർച്ചന പറയുകയാണ്, അതിന് ഞാനല്ലല്ലോ പറയാൻ പോകുന്നതേ മാനേജർ വിജയ് തന്നെയാ. ഇത് കേൾക്കുന്ന അവന്തിക ഒരു ഞെട്ടലോടെ നിൽക്കുമ്പോൾ അർച്ചന പറയുകയാണ്, അതെ, വിജയ് ജീവനോടെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം ദേ ഇതിലെഴുതി വെച്ചിട്ടുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ആ ഡയറി അവന്തികയെ കാണിക്കുകയാണ് അർച്ചന. ഇതിന്റെ അകത്ത് മരണമൊഴിയും ഉണ്ട് കേട്ടോ. എനിക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ അവന്തികയായിരിക്കും അതിന് ഉത്തരവാദിയെന്നും വിജയ് എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിഞ്ഞാലേ ഏട്ടത്തി ഞെട്ടും. അത്രയും പറഞ്ഞുകൊണ്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ അവന്തിക കാണുന്നത് സേതുമാധവൻ ഉറങ്ങുന്നതാണ്. ഇതെല്ലാം കണ്ട് പരിഭ്രാന്തിയോടെ നിൽക്കുകയാണ് അവന്തിക. എന്താണെങ്കിലും അച്ഛൻ ഉറങ്ങുകയാണ്, എഴുന്നേറ്റുടൻ ഞാനിത് ഏൽപ്പിക്കാം. ഇനി ഏട്ടത്തി ഇങ്ങോട്ടേക്ക് വരണമെന്നില്ല, എങ്ങോട്ടെങ്കിലും പോയിക്കോ. ഒരു 15 മിനിറ്റ് കൂടി ഞാൻ നോക്കും. എന്നിട്ടും അച്ഛൻ എഴുന്നേറ്റില്ലെങ്കിൽ ഞാൻ വിളിച്ചെഴുന്നേൽപ്പിക്കും. പിന്നെ ഒരു കാര്യം കൂടി, ഈ 15 മിനിറ്റിനുള്ളിൽ ഏട്ടത്തി എങ്ങനെയെങ്കിലും ഇവിടെ എത്തുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊരു കോംപ്രമൈസിൽ എത്തിക്കാം. ഇത് കേൾക്കുന്ന അവന്തിക പെട്ടെന്ന് തന്നെ കാറിൽ കയറി സ്പീഡിൽ നെല്ലിശ്ശേരിയിലേക്ക് തിരിക്കുകയാണ്. കോള് കട്ട് ചെയ്യണ്ട, നമുക്കെന്തെങ്കിലും മിണ്ടിയും പറഞ്ഞും ഇരിക്കാമെന്ന് അർച്ചന പറയുന്നു. അങ്ങനെ അവന്തിക സ്പീഡിൽ വരുമ്പോ ഒരു കാറിനെ ഇടിക്കാൻ പോവുകയാണ്. തുടർന്ന് അതിന്റെ അകത്തുള്ള ആള് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ പെണ്ണുപിള്ളേ, കണ്ണു കണ്ടൂടെ, ആർക്കും ആയ ഗുളിക മേടിക്കാൻ പോവുകയാണെന്ന് അറിഞ്ഞില്ല. ഇത് കേൾക്കുന്ന അർച്ചന ചിരിക്കുകയാണ്. വണ്ടി എടുത്ത് മാറ്റാൻ പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ 15 മിനിറ്റിന് മുമ്പ് തന്നെ അവന്തിക ഓടിയെത്തുകയാണ് നെല്ലിശ്ശേരിയിലേക്ക്. തുടർന്ന് അർച്ചന പറയുകയാണ്, 15 മിനിറ്റ് ഞാൻ സമയം തന്നിട്ടും 12 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തിയെങ്കിലേ ഈ ഡയറിക്ക് അവന്തികയുടെ ജീവനേക്കാൾ മൂല്യമുണ്ടെന്ന് തോന്നുന്നല്ലോ. ഫോണിൽ പറഞ്ഞത് തന്നെയാ എനിക്ക് പറയാനുള്ളത്. ഞാനിപ്പോൾ ഇതുകൊണ്ട് ഏൽപ്പിച്ചാലേ അതോടെ അവന്തിക എന്ന കഥാപാത്രത്തിന് ഒരു അവസാനമുണ്ടാകും. ഇപ്പൊ തൽക്കാലം അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഒരു കാര്യം പറയാം, എന്റെ ഒരു കണ്ടീഷൻ, നാളെ ഈ സമയത്ത് സന്ദീപ് ഇവിടെ ഉണ്ടാകണം. അത് എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും. അർച്ചന, അതെന്നെ കൊണ്ട് സാധിക്കില്ല. അച്ഛനെടുത്ത തീരുമാനമല്ലേ അത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാ. പിന്നെ ഒരച്ഛനെ കൊണ്ട് മകനെ വീട്ടിൽ നിന്നും ഇറക്കി വിടിയിക്കണമെങ്കിലേ നിങ്ങളുടെ സാമർത്ഥ്യം അത്ര കുറവൊന്നുമല്ലല്ലോ. വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ നേരെ അച്ഛന്റെ മുറിയിലേക്ക് ചെല്ലണം. സന്ദീപിനോട് ക്ഷമിക്കണമെന്നും സന്ദീപിനെ തിരിച്ചു വിളിക്കണമെന്നും പറഞ്ഞാൽ മതി. അച്ഛൻ എന്താണെങ്കിലും നിങ്ങളുടെ ആ വാക്കിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അച്ഛന്റെ അടുത്തേക്ക് ഞാൻ പോണോ അതോ നിങ്ങൾ പോണോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ഞാൻ പോകാമെന്ന് പറഞ്ഞ് അർച്ചനയുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുകയാണ് അവന്തിക. തുടർന്ന് അവന്തിക സേതുമാധവന്റെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അച്ഛാ, എനിക്ക് ഓഫീസിലിരുന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. നമുക്ക് സന്ദീപിനോട് ക്ഷമിച്ചുകൂടെ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ എന്നെ കൊണ്ട് അതൊരിക്കലും പറ്റില്ലെന്ന് സേതുമാധവൻ പറയുന്നു. ഇനി അവനെന്നല്ല നീയാണെങ്കിലും കൂടെ നിന്ന് ചതിക്കുന്നവരോട് ഈ സേതുമാധവൻ ഒരിക്കലും ക്ഷമിക്കില്ല. തുടർന്ന് അവന്തിക സന്ദീപിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സേതുമാധവൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഇതിന്റെ എല്ലാം കാരണക്കാരി അർച്ചന മാത്രമാ. നമ്മള് എങ്ങനെ വളർത്തിയതാ അവരെയെല്ലാം. പക്ഷേ അർച്ചന വന്നതിന് ശേഷം അവർക്കൊക്കെ നമ്മളോട് അകൽച്ചയാണ്. അർച്ചനയുടെയും വൃന്ദാവനം വീട്ടുകാരുടെയും ചതി അറിയാതെ പെട്ടുപോയതാ നമ്മളുടെ സന്ദീപ്. അർച്ചനയുടെ വക്രബുദ്ധിയാ ഇതിന്റെയൊക്കെ പിന്നില്. പിന്നെ സന്ദീപ് ഇറങ്ങിപ്പോകുന്ന കണ്ടപ്പോ എനിക്കെന്റെ നന്ദേട്ടനെയാ ഓർമ്മ വന്നത്. ഞാൻ നിന്ന അതേ അവസ്ഥയിലായിരുന്നു ആതിര നിന്നത്. ചിരിയില് ഒരവന്തിക മതി.
മറ്റൊരു അവന്തികയും നന്ദേട്ടനുമാകാൻ ഞാൻ ആരെയും അനുവദിക്കില്ലെന്നും അവന്തിക പറയുന്നു. ഞാൻ പുറത്തുണ്ടാകും. അച്ഛൻ പെട്ടെന്നൊരു തീരുമാനമെടുക്കാൻ പറഞ്ഞ് അവന്തിക പോകാനിറങ്ങുമ്പോ സേതുമാധവൻ പറയുകയാണ്, മോളെ, നീ അവനിപ്പോ എവിടെയാ ഉള്ളതെന്ന് അന്വേഷിക്ക്. നമുക്ക് അവനെ കൂട്ടിക്കൊണ്ടുവരാം. തുടർന്ന് അവന്തിക മുറിയിൽ നിന്നും ഇറങ്ങുമ്പോ ദേഷ്യത്തോടെ നിൽക്കുകയാണ് സേതുമാധവൻ. അങ്ങനെ സേതുമാധവന്റെ മറുപടി കേട്ടതിന് ശേഷം അവന്തിക അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുമ്പോ അർച്ചന അവന്തികയ്ക്ക് കൈ കൊടുത്തിട്ട് പറയുകയാണ്, ഇതാണെങ്കിലും ഈ വീട്ടിലെ വലിയൊരു പ്രശ്നത്തിനാ ഏട്ടത്തി ഇപ്പോ പരിഹരിച്ചത്. ഇത് കേൾക്കുന്ന അവന്തിക ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. Nice creations.